ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളൊന്നും പ്രത്യേകം ചെയ്യാതെ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമാകും. അവർ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. അവരാവശ്യപ്പെടുമ്പോൾ ആളുകൾ സഹായിക്കും. നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകും, ഇതെങ്ങനെ? ഇത് ഭാഗ്യം കൊണ്ടല്ല, ഇത് ടാലന്റ് കൊണ്ടുമല്ല, ഇത് സൈക്കോളജിയാണ്. ആളുകൾ നിങ്ങൾ പറയുന്നത് കൊണ്ടല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ അവരെ ഫീൽ ചെയ്യിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന 6 ടെക്നിക്സ് ഇന്നു മുതൽ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഒരു ക്ലാസ്സിലും ആരും ഇത് പഠിപ്പിക്കില്ല, പക്ഷേ ഇതറിഞ്ഞ ആളുകൾ ജീവിതത്തിൽ എങ്ങും ജയിക്കും. 1. പേരുപയോഗിക്കൂ. ഒരു എക്സ്പെരിമെൻ്റ് ഓർക്കുക. ഒരു നിറഞ്ഞ ഹാളിൽ ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ആ ശബ്ദം 100 ശബ്ദങ്ങൾക്കിടയിൽ നിന്നും നിങ്ങൾ കേൾക്കും. എന്തുകൊണ്ട്? കാരണം ഒരു മനുഷ്യൻ്റെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ള സൗണ്ട് സ്വന്തം പേരാണ്. ഡെയിൽ കാർനെഗി പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഭാഷയിൽ ഏറ്റവും മധുരമുള്ള വാക്ക് അവൻ്റെ സ്വന്തം പേരാണ്. അതുകൊണ്ട് കോൺവെർസേഷനിൽ ആളുകളുടെ പേരുപയോഗിക്കൂ. അതെ രാഹുൽ, നിന്നോട് ഞാൻ യോജിക്കുന്നു. ഈ ഒരൊറ്റ ശീലം ആ ആളിനോടുള്ള കണക്ഷൻ ഉടനടി ഉണ്ടാക്കും. കൃത്രിമമൊന്നും വേണ്ട, ആ ആളുടെ പേരൊന്ന് ഉപയോഗിക്കൂ, അത് മതി. 2. ബോഡി ലാംഗ്വേജ് മിറർ ചെയ്യൂ. ഇത് സയൻസാണ്. ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അൺകോൺഷ്യസ്ലി അവർ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കോപ്പി ചെയ്യും. നിങ്ങൾ ചുമരിലേക്ക് ചാഞ്ഞാൽ അവരും ചാഞ്ഞിരിക്കും. നിങ്ങൾ ചിരിച്ചാൽ അവരും ചിരിക്കും. ഇതിനെ മിററിംഗ് എന്ന് പറയും. ഇത് റിവേഴ്സായി ഉപയോഗിക്കാം. ആ ആളിൻ്റെ ബോഡി ലാംഗ്വേജ് സട്ടിലി കോപ്പി ചെയ്യൂ. അതേ പോസ്, അതേ സ്പീഡിൽ സംസാരിക്കൂ, അതേ എനർജി മാച്ച് ചെയ്യൂ. ഏതാനും മിനിറ്റ് കഴിഞ്ഞ് ആ ആൾ നിങ്ങളോടൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഇദ്ദേഹം ഓർ ഇദ്ദേഹൽ സംഹൗ ഞാനാണ് എന്നൊരു അൺകോൺഷ്യസ് ഫീലിംഗ്. ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി ബിൽഡാകും. 3. നേരിട്ട് ആർഗ്യൂ ചെയ്യരുത്. ഒരു കാര്യം ഓർക്കുക, ആരെങ്കിലും നിങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ ആൾ ഉടനടി ഡിഫെൻസീവ് ആകും. ആ നിമിഷം കോൺവെർസേഷൻ എൻഡായി. ഒരു പോയിന്റും എക്രോസ് ആകില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ പോയിന്റ് മനസ്സിലാക്കുന്നു, പക്ഷേ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടി നോക്കൂ എന്ന് പറഞ്ഞാലോ, ആ ആൾ ഇപ്പോഴും ഓപ്പണാണ്, ഇപ്പോഴും കേൾക്കാൻ റെഡിയാണ്. വിന്നിങ് ആൻ ആർഗ്യുമെൻ്റ് വേണോ അതോ ആ ആളിൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്യണോ? ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. ആർഗ്യുമെൻ്റ് ജയിക്കുമ്പോൾ ആ ആൾ നഷ്ടമാകും. മൈൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ആൾ നിങ്ങളുടെയാകും. ഐ സീ യുവർ പോയിന്റ് ബട്ട് ഈ ഒരൊറ്റ ഫ്രേസാണ് സ്മാർട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. 4. പോസ് ഉപയോഗിക്കൂ. ഭൂമിയിൽ ഏറ്റവും അൺകംഫർട്ടബിളായ ഒരു കാര്യം സൈലൻസ്. ആളുകൾ സൈലൻസിൽ നെർവസ് ആകും. ഉടനടി ഒന്ന് പറയണമെന്ന് ഫീൽ ചെയ്യും. കോൺഫിഡൻ്റ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറഞ്ഞ ശേഷം പോസ്. ഉടനടി നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് റഷ് ചെയ്യരുത്. ആ സൈലൻസ് 1 സെക്കൻഡ് 2 സെക്കൻഡ്. ആ നിമിഷം ആ ആൾ നിങ്ങൾ പറഞ്ഞത് പ്രോസസ്സ് ചെയ്യും. ആ ആൾ നിങ്ങൾ നെക്സ്റ്റ് എന്ത് പറയുമെന്ന് കാത്തിരിക്കും. പോസ് കോൺഫിഡൻസിൻ്റെ സൈനാണ്. പോസ് ഇല്ലാതെ ഒഴുക്കി സംസാരിക്കുന്നവർ നെർവസ് ആണ് എന്ന് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കോൺവെർസേഷനിൽ പോസ് ചെയ്യൂ. ആ സൈലൻസിൽ പവറുണ്ട്. 5. ഓർഡറിന് പകരം ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഇത് ചെയ്യൂ എന്നാരെങ്കിലും പറഞ്ഞാൽ ആ ആൾക്കുള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഫീലാകും. ഇത് ഹ്യൂമൻ നേച്ചറാണ്. ഞങ്ങൾക്ക് കൺട്രോൾ ഇഷ്ടമാണ്. ആർക്കും കൺട്രോൾ ഇല്ലാതാകുന്നത് ഇഷ്ടമല്ല. ഇനി ഇത് നോക്കൂ, ഇത് ഈ രീതിയിൽ ചെയ്താൽ ബെറ്റർ ആകുമോ? നിങ്ങൾക്കെന്തു തോന്നുന്നു? ഇപ്പോൾ ആ ആൾക്ക് ചോയ്സ് ഉണ്ട്. ആ ആൾ ഇൻവോൾവ് ആണ്. ആ ആൾ ഉടമസ്ഥനാണ്. ഫലം അവർ ഉത്സാഹത്തോടെ ചെയ്യും. ബെസ്റ്റ് ലീഡേഴ്സ്, ബെസ്റ്റ് പാരൻസ്, ബെസ്റ്റ് മാനേജേഴ്സ് ഇവരൊക്കെ ഓർഡർ കൊടുക്കുന്ന ആളുകളല്ല. അവർ ശരിയായ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുകളാണ്. ക്വസ്റ്റ്യൻസ് ആളുകളെ തിങ്ക് ചെയ്യിക്കും. തിങ്ക് ചെയ്യുന്ന ആൾ ആക്ട് ചെയ്യും. 6. ജെനുവിൻ കോംപ്ലിമെൻ്റ് കൊടുക്കൂ. കോംപ്ലിമെൻ്റ് ഇതൊരു പവർഫുൾ ടൂളാണ്. പക്ഷേ ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. ഫേക്ക് കോംപ്ലിമെൻ്റ് ആളുകൾക്ക് ഫീലാകും. സൂപ്പർബ്, ഗ്രേറ്റ്, ഓസം ഇങ്ങനെ റാൻഡമിലി പറഞ്ഞാൽ ആ ആൾ ട്രസ്റ്റ് ചെയ്യില്ല. ജെനുവിൻ കോംപ്ലിമെൻ്റ് വ്യത്യസ്തമാണ്. നിങ്ങൾ ഇന്ന് ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്ത രീതി ശരിക്കും ഇംപ്രസീവ് ആയിരുന്നു. ഇത് സ്പെസിഫിക് ആണ്, റിയൽ ആണ്. ഇത് കേൾക്കുമ്പോൾ ആ ആളുടെ ബ്രെയിൻ ഡോപ്പമീൻ റിലീസ് ചെയ്യും. ആ ആൾ നിങ്ങളെ ഓർക്കും. ആ ആൾ നിങ്ങൾക്ക് ഓപ്പൺ ആകും. ഒരു ദിവസം ഒരാൾക്ക് ഒരു ജെനുവിൻ കോംപ്ലിമെൻ്റ്. ഇത്ര ലളിതം, ഇത്ര പവർഫുൾ. ഈ 6 ടെക്നിക്സ് ഒരു സീക്രട്ടാണ്. ഒരു ക്ലാസ്സും ഇത് പഠിപ്പിക്കില്ല. ഒരു ടെക്സ്റ്റ് ബുക്കും ഇത് കവർ ചെയ്യില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ആളുകൾ നിങ്ങൾ പറഞ്ഞത് മറന്നുപോകും, നിങ്ങൾ ചെയ്തത് മറന്നുപോകും. പക്ഷെ നിങ്ങൾ അവർക്ക് ഫീൽ ചെയ്യിച്ചത് അതൊരിക്കലും മറക്കില്ല. ഇന്ന് ഈ 6ൽ ഒരെണ്ണം ട്രൈ ചെയ്യൂ. ഒരെണ്ണം മതി. ആ ഒരൊറ്റ ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ, കരിയർ, ജീവിതം മാറ്റും. കമൻറ്റ് ചെയ്യൂ, ഏത് ടെക്നിക്കാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുന്നത്?